ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയെ കുറിച്ച് നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് B1 B2 വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു ട്രാവൽ പർപ്പസ് ആണ്. അത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റന്റ് ഓഫ് ട്രാവൽ. നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ദാറ്റ്സ് എ മോസ്റ്റ് ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വെൻ യു ഫേസ് ആൻ ഇന്റർവ്യൂ ഇൻ എ US കോൺസുലേറ്റ്. നിങ്ങൾ എന്തിനവിടെ പോകുന്നു? വാട്ട് ഈസ് യുവർ ഇന്റന്റ്? വാട്ട് ഈസ് യുവർ പർപ്പസ്? സോ വ്യക്തമായിട്ടുള്ള ട്രാവൽ പേർപ്പസ് ഇല്ലാതെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ദ റിസൾട്ട് വിൽ ബി ഡിസാസ്ട്രസ്. സോ ഇൻ ദിസ് വീഡിയോ ഐ വിൽ എക്സ്പ്ലെയിൻ, I will talk about some major events that will be happening throughout this year and next year. 2025 2026 നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഈവൻസ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ഫീൽഡ് ഓഫ് വർക്ക്, ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള താല്പര്യങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ആ ഈവൻസിന് പോകാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ പർപ്പസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫുഡ് ഫെസ്റ്റിവൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടെക്നോളജി എക്സ്പോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഷോ ആണെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അതല്ല ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സോ പ്രിപ്പയർ യുവർ പ്രൊഫൈൽ, പ്രിപ്പയർ യുവർ ഇൻട്രസ്റ്റ്, ആൻഡ് ബേസ്ഡ് ഓൺ യുവർ ഇൻട്രസ്റ്റ് ചൂസ് ആൻ ഇവന്റ് ആൻഡ് ട്രൈ വർക്കിംഗ് ടുവാർഡ്സ് യുവർ B1 B2 വിസ ഇന്റർവ്യൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, കോച്ചെല്ല എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൻഡ് ആർട്ട് എക്സിബിഷൻ ആണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്യാതറിങ്സ് ഇൻ ദ US. അതായത് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണെങ്കിൽ തന്നെ ഒരു ആർട്ട് എക്സ്പോയും ഉണ്ട് അവിടെ. അപ്പം കോച്ചെല്ല ഫെസ്റ്റിവലിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1.5 lakhs മേലുള്ള ആൾക്കാരാണ് അവിടെ എല്ലാ വർഷവും പങ്കെടുക്കപ്പെടുന്നത് അറിയുന്നത്. സോ നിങ്ങളൊരു മ്യൂസിക് പ്രേമിയാണ് അല്ലെങ്കിൽ ആർട്ട് എൻതൂസിയസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോച്ചെല്ല ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് B1 B2 വിസയുടെ പർപ്പസ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ 10, 12, ഏപ്രിൽ 17, 19, 2026 നെക്സ്റ്റ് ഇയറിലെ കോച്ചെല്ല നടക്കാൻ പോകുന്നത്. സോ കോച്ചെല്ലയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. സെക്കൻഡ് വൺ ഈസ് ന്യൂ ഓർലൻസ് ജാസ് ആൻഡ് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ. നടക്കുന്നത് ഏപ്രിൽ 23 മുതൽ മെയ് 3, 2026. ഇവിടെയും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത്. ലോകത്തിന്റെ നാനാ കോണിൽ നിന്നും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇത് ഒരു ജാസ് കം ഹെറിറ്റേജ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണ്. നിങ്ങൾ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ആർട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതിൽ ഏപ്രിൽ 23 മുതൽ മെയ് 3, 2026 വരെയാണ് ഇതിന് ഡേറ്റ് വരുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റ് ഇൻ 2026, കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഈവന്റ് നടക്കുന്ന US, മെക്സിക്കോ ആൻഡ് കാനഡയിലാണ്. ദ ഫിഫ വേൾഡ് കപ്പ് 2026 മേജർ മാച്ചസ് എല്ലാം നടക്കുന്നത് US-ലാണെന്ന് ഞാൻ അറിയിക്കട്ടെ. അത് മാത്രമല്ല, അതിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ ജൂൺ 11, 2026 മുതൽ ജൂലൈ 19, 2026 വരെയാണ് ഇതിൻ്റെ ഈവന്റ്. അതായത് ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നിങ്ങൾക്ക് ഇന്റർവ്യൂ. അതിന് മുമ്പുള്ള ഡേറ്റ് ഒരു മെയ് ടു ജൂൺ, അല്ല ഒരു ഏപ്രിൽ, മെയ്, ജൂണിൽ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക്, അടുത്ത വർഷം ഏപ്രിൽ, മെയ്, ജൂൺ ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി സെറ്റ് യുവർ പർപ്പസ് ആറ്റ് like I am going to the United States to watch the FIFA World Cup 2026. Next one is Dreamforce. Dreamforce എന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡ്സ് ലാർജസ്റ്റ് ടെക്നോളജി ഈവന്റ് ആണ്. അതായത് CES പോലെ തന്നെ, കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ് ഡ്രീം ഫോഴ്സ് എന്ന് പറയുന്നത്. ഡ്രീം ഫോഴ്സ് നടക്കുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 14 മുതൽ 16 വരെ സാൻ ഫ്രാൻസിസ്കോയിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നോളജി എന്തൂസിയസ്റ്റ് ആണ്, ഒരു വ്ളോഗറാണ്, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് റിവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രീം ഫോഴ്സിലേക്ക് നിങ്ങളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുമ്പോൾ CES, I think all of you guys must have heard about this event. It's called Consumer Electronic Show. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി ഇവന്റ്. ലോകത്തിന്റെ എല്ലാ തുറയിലുള്ള മാനുഫാക്ചറേഴ്സ്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സ്റ്റാഫ്, ഗാഡ്ജറ്റ്സ്, സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ്സ്, ലോകത്തുള്ള എല്ലാത്തരം ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഷോയാണ് CES, കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ.
പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ആയിട്ട് ബന്ധമുള്ളവർ, ഇലക്ട്രോണിക്സ് എൻതൂസിയാസ്, ഗാഡ്ജറ്റ്സ് റിവ്യൂവേഴ്സ്, ബ്ലോഗേഴ്സ്, നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് ഈ CESൽ പങ്കെടുക്കാവുന്നതാണ്. സാധാരണക്കാരനെ ഒരുത്തരും ഈ CES പോകുന്നതിന് കുഴപ്പമില്ല. എനിക്ക് ടെക്നോളജി ഇഷ്ടമാണ്. ഐ വാണ്ട് ടു വിറ്റ്നസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെക്നോളജി അരീന. സോ you can also, anyone can prepare for CES and Dreamforce because both are technology related event. And if you are a fan of technology, if you want to know more about technology, there is no problem in pointing that I'm going to the United States to witness the largest technology show called CES or Dreamforce. പിന്നെ വേൾഡ് അഗ്രികൾച്ചറൽ എക്സ്പോ എന്ന് പറഞ്ഞൊരു ലോകത്തിലെ ഏറ്റവും വലിയ കൃഷി സംബന്ധമായിട്ടുള്ള എക്സ്പോയാണ് നടക്കുന്നത്. അത് ഫെബ്രുവരി 19-12 നടക്കുന്നത്. മീൻവൈൽ CES നടക്കുന്നത് ലാസ് വേഗാസിലാണ്. ജനുവരി 6 മുതൽ 9 വരെ 2026 CES നടക്കുന്നത്. പിന്നെ വേൾഡ് അഗ്രികൾച്ചർ എക്സ്പോ കൃഷിയുമായി ബന്ധമുള്ളവർ, വ്യവസായവുമായി ബന്ധമുള്ളവർ, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ, അവരുടെ കൃഷിപ്പണിയായിട്ട് മുമ്പോട്ട് പോകുന്നവർക്കൊക്കെ, കർഷകർ, അവർക്കൊക്കെ ഈ പറഞ്ഞ വേൾഡ് അഗ്രികൾച്ചർ എക്സ്പോയിൽ പങ്കെടുക്കാം. ഫെബ്രുവരി 10 മുതൽ 12 വരെയാണ് 2026. നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകരുണ്ട്. അപ്പോൾ ഈ കർഷകർക്കൊക്കെ US പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫൈനലി ടേസ്റ്റ് ഓഫ് ഷിക്കാഗോ എന്ന് പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവൽ, ഇറ്റ് ഈസ് ഹാപ്പനിങ് during the September this year and next year. Every year you can select Taste of Chicago. If you are a food enthusiast, if you are a foodie, if you love to explore various food, Taste of Chicago will be your number one event. So it is happening September 5th to 7th this year, and it will happen in the same time next year also. So if you are planning a journey for September, you can always set your purpose as Taste of Chicago. So these are the major events I would like to talk about. And വേറെ ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ട്. ആ ഈവൻറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ലിങ്ക് ആയിട്ടിടാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയും നിങ്ങളുടെ ഇൻട്രസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഈവൻ്റാണ് പോകേണ്ടത് അതനുസരിച്ച് നിങ്ങളുടെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. വളരെ 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 സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ ഒരു സന്തോഷമുള്ള വാർത്ത പങ്കുവയ്ക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ എം റിയലി honored to meet you all here, and thank you so much for your invaluable support. Please subscribe, share, and support my channel as you always do. I will come back with another video. Stay tuned.